ഞാൻ തയ്ച്ചു കൊടുത്തത് രമേശ് ചെന്നിത്തല, VM സുധീരൻ, തിരുവഞ്ചൂർ, പിന്നെ പന്തളം സുധാകരൻ, ഹസൻ സാറ്, ഇവരൊക്കെ അടവുകളും എല്ലാം കയ്യിലുണ്ട്. കൈകൊണ്ട് നൂലെടുത്ത് കൈകൊണ്ട് നെയ്തെടുക്കുന്നതാണ് ഖാദി. ഖാദിയുടെ പുതിയൊരു വെറൈറ്റി വന്നിരുന്നാലും ഞങ്ങൾ അറിയിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചൂടായതുകൊണ്ട് ഏറ്റവും ബെറ്റർ ഖാദിയാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ചൂടത്ത് ഇടാൻ നല്ല സുഖം. പോളിസ്റ്റർ ഉപയോഗിക്കും പോലെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതെവിടെ ഇട്ടുകൊണ്ട് പോയാലും 10 പേര് ശ്രദ്ധിക്കും. ഖാദിക്ക് അതിൻ്റേതായ വിലയുണ്ട്. അതാണ് രാഷ്ട്രീയക്കാർ അതിനെ ഉപയോഗിക്കുന്നത്. ചെറുപ്പക്കാർ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ജുബ്ബകൾ കൂടുതലും പിന്നെ ഖാദിയുടെയാണ്. നല്ല കച്ചവടമുണ്ട്, കടയിൽ ആളുണ്ട്, മൂവ് ആവുന്നുണ്ട്. മറ്റേത് 10 വർഷം വെള്ളത്തിലായി. കോൺഗ്രസ് ഭരിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു മാറ്റം ഇപ്പോഴുണ്ട്. കാരണം കൂടുതൽ ഖാദി ധരിക്കുന്നത് കോൺഗ്രസ്സുകാരാണല്ലോ. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ അണികളൊന്നും അങ്ങനെ ഖാദി നിർബന്ധം ഇല്ല അവർക്ക് ധരിക്കണമെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറവുണ്ടാകും. ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മാറ്റം വരുന്നുണ്ട് ഈ 2-3 ആഴ്ചയായിട്ട്. അതിപ്പോഴും തുടരുന്നു. സത്യപ്രതിജ്ഞാ ദിവസം നല്ലൊരു സെയിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മറ്റുള്ള തുണിക്കാലും ഖാദി തയ്ക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഇത് കോട്ടനാണ്, അതുകൊണ്ട് തയ്ക്കുന്നതിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. പോളിസ്റ്റർ പോലെ അല്ല. അപ്പം നമ്മളത് സൂക്ഷിച്ച് സ്റ്റിച്ച് ചെയ്തില്ല എങ്കിലും വ്യത്യാസങ്ങൾ വരും. ഞാൻ തയ്ച്ചു കൊടുത്തത് രമേശ് ചെന്നിത്തല, VM സുധീരൻ, തിരുവഞ്ചൂർ, പിന്നെ പന്തളം സുധാകരൻ, ഹസൻ സാറ്, ഇവരൊക്കെ അടവുകളും എല്ലാം കയ്യിലുണ്ട്. ഇടാൻ നല്ല സുഖമാണ്. ചൂടിലായിരുന്നാലും തണുപ്പിലായിരുന്നാലും ഖാദി ഉപയോഗിക്കാൻ സുഖമായതുകൊണ്ടാണ് ഈ ഖാദിയിൽ ആൾക്കാർ എടുക്കുന്നത്. എടുത്തവർ തന്നെ വീണ്ടും വീണ്ടും എടുക്കുന്നുണ്ട്. പിന്നെ ഖാദി എടുക്കുന്നവർ 1-2 അല്ല, ഒരു പീസൊക്കെയാണ് മൊത്തത്തിൽ എടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ് എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റുള്ളവർ ചിലവർ അതിലും കൂടുതൽ എടുക്കുന്നുണ്ട്. ഖാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ കിട്ടും. ഇപ്പോൾ ഏത് കാലാവസ്ഥയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചൂട് സമയത്തായിരുന്നാലും തണുപ്പ് സമയത്തായിരുന്നാലും ഖാദി നല്ല ഒരു ഇതാണ്. ഖാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് നൂലെടുത്ത് കൈകൊണ്ട് നെയ്തെടുക്കുന്നതാണ് ഖാദി. അതിന് അത്രയും, അതുകൊണ്ടാണ് കോസ്റ്റ് അത്രയും വരുന്നത്. അവരുടെ ലേബർ ചാർജും എല്ലാം അത്രയും വരുന്നത്. അപ്പം കോൺഗ്രസ് ഭരണം വന്നതിന് ശേഷം നല്ല രീതിയിലാണ് ഖാദി മുന്നോട്ട് പോകുന്നത്. VIP-കളും തിരുവഞ്ചൂർ രാധാകൃഷ്ണ സാറ്, സുധീര സാറ്, ഹസൻ സാറ്, മുൻ MP സമ്പത്ത് സാറ്, അങ്ങനെ ഒരുപാട് പേര് പറയുന്നത്, BS ശിവകുമാർ സാറ്, എല്ലാവർക്കും ഞങ്ങളാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ പല പല യൂണിറ്റുകളുണ്ട്, അവിടെ നിന്നാണ് നെയ്ത് വരുന്നത്. അതിൽ ബ്ലീച്ച് ചെയ്തത്, ബ്ലീച്ച് ചെയ്യാത്തത് അങ്ങനെ ഉണ്ട്. അപ്പം നേതാക്കളെല്ലാം എടുക്കുന്നത് ബ്ലീച്ച് ചെയ്ത മഷീൻ വെറൈറ്റി ആണ് വെള്ള എടുക്കുന്നത്. മുണ്ടും ഷർട്ടും അതാണ് എടുക്കുന്നത്.